ഷാഹി ഇഫക്റ്റിലേക്ക് ഏവർക്കും സുസ്വാഗതം. കേരള പരവർ സർവീസ് സൊസൈറ്റിയുടെ സംസ്ഥാന ഭാരവാഹികളാണ് പി കെ ശശിധരൻ സംസ്ഥാന പ്രസിഡൻറ്റ്, അഭിമന്യു എസ് പട്ടം സംസ്ഥാന ജനറൽ സെക്രട്ടറി, എം രവീന്ദ്രൻ മുട്ടത്തറ സംസ്ഥാന ട്രഷറർ, ഞങ്ങളുടെ ജോയിൻറ്റ് സെക്രട്ടറി വേളി പ്രമോദ്, അദ്ദേഹം ഇവിടെ നിങ്ങളുടെ അടുത്ത് കൂടെ ഇരിപ്പുണ്ട്. ഞാൻ ഒരു സംസ്ഥാന പ്രസിഡൻറ്റിനെ ക്ഷണിക്കാം. APSS 1980 രൂപീകരിക്കപ്പെട്ടൊരു പ്രസ്ഥാനമാണ്. കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ 14 ജില്ലകളിലും വേരുകളുള്ള ശാഖകളുള്ള ഒരു പ്രസ്ഥാനമാണ് ഞങ്ങൾ. അവസാനത്തെ അത് കഴിഞ്ഞ 2011 സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് 5 ലക്ഷത്തോളം അംഗസംഖ്യ ഞങ്ങൾക്കുണ്ട്. 2011 സെൻസസ് പ്രകാരം 27 ലക്ഷം ആണ് പട്ടികജാതി വിഭാഗത്തിൻ്റെ അംഗസംഖ്യ. കേരളത്തിലെ പട്ടികജാതി സംഘടനകളിൽ അംഗസംഖ്യ കൊണ്ട് 2ാം സ്ഥാനത്ത് നിൽക്കുന്ന പ്രസ്ഥാനമാണ് ഞങ്ങളുടെ പ്രസ്ഥാനം. നാളിതുവരെയായിട്ട് ഞങ്ങൾക്ക് ഭരണ വിഭാഗത്തിൽ നിന്ന് യാതൊരുവിധ ആനുകൂല്യങ്ങളും ലഭിച്ചിട്ടില്ല. ഒരു തിക്താനുഭവങ്ങൾ മാത്രം, അവഗണന മാത്രമേ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളൂ. പൊതുവായി ലഭിക്കുന്ന ചില ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നു എന്നല്ലാതെ ഞങ്ങളുടെ സമുദായത്തിന് വളരാനുള്ള ഒരവസരം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഞങ്ങൾ 28 നടന്ന സമരം എന്ന് പറയുമ്പോൾ ഈ പരവൻ സമുദായത്തിനത് മാത്രമല്ല, കേരളത്തിലെ മൊത്തം പട്ടികജാതി വിഭാഗത്തിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടൊരു സമര പരിപാടിയാണ് ഞങ്ങൾ നടത്തുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, ആഗസ്റ്റ് 1-ാം തീയതി സുപ്രീം കോടതിയുടെ ഒരു വിധി വരികയുണ്ടായി. അതിൽ പറഞ്ഞിരിക്കുന്നത് പട്ടികജാതി വിഭാഗത്തിന് ഉപവർഗീകരണം അഥവാ ക്രിമിലിയർ നടപ്പിലാക്കണമെന്നാണ്. ഞങ്ങൾ ഈ ക്രിമിലിയർ നടപ്പിലാക്കേണ്ട ഒരവസരം ഇതുവരെ സംജാതമായിട്ടില്ല. ഞങ്ങളുടെ സമുദായത്തെ ബേസ് ചെയ്തുകൊണ്ട് പറയാൻ പറ്റുന്നൊരു കാര്യം, 5 ലക്ഷത്തിലേറെ അംഗസംഖ്യയുള്ള ഞങ്ങളുടെ ഈ സമുദായത്തിന് 1336 ഉദ്യോഗസ്ഥന്മാരേ ഉള്ളൂ. ഔദ്യോഗിക സ്ഥാനം എന്ന് പറയുമ്പോൾ ഇതൊക്കെ തന്നെ ക്ലാസ് 4 അതിന് താഴെയുള്ളവരാണ്. ക്ലാസ് 2-ലോ ക്ലാസ് 1-ലോ ഒരാൾ പോലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമില്ല. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, എന്ത് ചെയ്യണം? കേരള നിയമസഭ വിളിച്ചു ചേർത്ത് ഉപവർഗീകരണം കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് ഗവൺമെൻറ് പ്രഖ്യാപിക്കണം. ഇത് സംബന്ധിച്ചുള്ള വാക്കുകളൊക്കെ പലയിടത്തും വന്നു എന്നല്ലാതെ ആധികാരികമായിട്ടുള്ള യാതൊരു പ്രഖ്യാപനവും ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ തന്നെ മറ്റൊന്ന്, പൊതുവേ പൊതുസമൂഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ആനുകൂല്യങ്ങളൊക്കെ തന്നെ പട്ടികജാതിക്കാർ ഓടിയെടുക്കുന്നതാണ്, എല്ലാം വാരി വലിച്ചെടുക്കുകയാണ്, എല്ലാം നിങ്ങൾക്കല്ലേ എന്നതാണ്. ആ സെൻസസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ വളരെ ദയനീയമായ അവസ്ഥയിലേക്കാണ് ഞങ്ങൾ ഈ പട്ടികജാതി വർഗം മൊത്തത്തിൽ പോകുന്നത്. അതുകൊണ്ട് സമഗ്രമായൊരു ജാതി സെൻസസ് കേരളത്തിൽ നടപ്പിലാക്കണം. അതിൽ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ, ജീവിത നിലവാരം, ഇതര സമുദായങ്ങളും നമ്മളെ വ്യത്യാസം, ഇതൊക്കെ തന്നെ നമ്മളെ വ്യത്യാസം ഞങ്ങൾ മാത്രമല്ല, പട്ടികജാതി വിഭാഗത്തിൻ്റെ ജീവിത രീതി കാര്യങ്ങളൊക്കെ തന്നെ വെളിവാകുന്ന രൂപത്തിലുള്ള ഒരു സെൻസസ് കേരളത്തിൽ നടപ്പിലാക്കണം. പിന്നെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ. അപ്പോൾ നമ്മളിൽ പലരും പഠിച്ച് ഒരു ഭാഗികമായെങ്കിലും സർക്കാർ ജോലിയൊക്കെ കയറിയത് ഈ സംവരണത്തിന് ആനുകൂല്യം ഉള്ളത് കൊണ്ടാണ്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ പരിഷ്കരിക്കപ്പെടുന്നില്ലെന്ന് മാത്രമല്ല, അർഹമായത് ലഭിക്കാത്തൊരു സാഹചര്യം കൂടെ ഉള്ളത്. നിങ്ങളുടെ ശ്രദ്ധയിൽ വന്നോ എന്ന് എനിക്കറിയില്ല. ഈ 5 വർഷക്കാലം കൊണ്ട് ഏറെക്കുറെ 158 കോടി രൂപയാണ് പട്ടികജാതി വിഭാഗത്തിന് വേണ്ടി ലാപ്സായിരിക്കുന്നത്. കിട്ടാനുള്ളത് ഈ പല ഉപരിപഠനത്തിന് പോകുന്ന പല കുട്ടികളും, അതായത് കേരളത്തിന് പുറത്ത് പഠിക്കുന്നവരുണ്ട്, ഇന്ത്യക്ക് വെളിയിൽ പഠിക്കുന്നവരുണ്ട്, അവരൊക്കെ തന്നെ കുറേ പേര് പഠനം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് അടിയന്തരമായി വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കണം. അതോടൊപ്പം തന്നെ കാലോചിതമായി ഇത് പരിഷ്കരിക്കുകയും വേണം. പിന്നെ എയ്ഡഡ് മേഖല എന്ന് പറയുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല, പൊതുസമൂഹം ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. എയ്ഡഡ് മേഖലയിൽ കൊണ്ട് ഗുണമാരക്കാണ്? പൊതുസമൂഹത്തിന് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു 3-4 വിഭാഗത്തിനല്ലാതെ പൊതുസമൂഹത്തിന് ഒരു ഗുണവും കിട്ടാത്തൊരവസ്ഥ. സർക്കാരിൻ്റെ നല്ലൊരു ഫണ്ട് അങ്ങോട്ട് പോവുക. അതുകൊണ്ട് എന്ത് ചെയ്യണം? എയ്ഡഡ് മേഖലയിലും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിലും സംവരണം നടപ്പിലാക്കണം. ഈ സംവരണം നടപ്പിലാക്കാൻ നിയമപരമായ യാതൊരു തടസ്സവും ഇപ്പോഴില്ല. കാരണം സുപ്രീം കോടതി വരെ കേസിൽ വരികയും കോടതി നടപ്പിലാക്കണമെന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. അതിലുപരി
കേരളത്തിലെ യുവ നേതാക്കന്മാരായിട്ടുള്ള നമ്മുടെ ഈ TV രാജേഷ്, അതുപോലെ തന്നെ ശബരിനാഥ്, ഇവരൊക്കെ അടങ്ങുന്ന ഒരു സബ് കമ്മിറ്റി ഇതിനെക്കുറിച്ച് പഠിക്കുകയുണ്ടായി. അതിൻ്റെ റിപ്പോർട്ട് എന്താണ്? കേരളത്തിൽ എയ്ഡ് മേഖലയും ദേവസ്വം ബോർഡിലും സംവരണം ഏർപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ സർക്കാരിന് നടപ്പിലാക്കാവുന്നത് മാത്രമാണ് എന്ത്, ഈ സ്വകാര്യ മേഖലയിലും എയ്ഡ് മേഖലയിലും. ഞങ്ങൾ ഒന്നുകൂടി കടത്തി പറയുന്നു, സർക്കാരിൻ്റെ ഫണ്ട് വാങ്ങി പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളിലും സംവരണ മാനദണ്ഡം പാലിക്കണം. പൊതുസമൂഹം നൽകുന്ന നികുതി പണമാണ്, അത് കുറച്ചു പേർക്ക് മാത്രമായിട്ട് പോയാൽ പോരാ. അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനം സ്വകാര്യവൽക്കരണം. ഞങ്ങൾക്ക് കയറാവുന്ന, അതായത് പട്ടികജാതിയിൽപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും ചില ആനുകൂല്യങ്ങൾ, സേവനങ്ങൾ, ഔദ്യോഗിക സ്ഥാനം ലഭിക്കുന്നത് പൊതുമേഖലയിൽ നിന്ന് മാത്രമാണ്. അപ്പോൾ വ്യാപകമായ രീതിയിൽ പൊതുമേഖല സ്വകാര്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അതുമൂലം എന്താണ്, ഞങ്ങൾക്കാണ് അവസരങ്ങൾ നഷ്ടപ്പെടുന്നത്. സ്വകാര്യവൽക്കരിക്കപ്പെടുമ്പോൾ സ്വന്തക്കാരും ബന്ധക്കാരും മാത്രം കയറിപ്പോകുന്ന ഒരു സാഹചര്യം ഉള്ളത് ഇപ്പോഴുള്ള അത് തന്നെയാണ്. സംസ്ഥാനത്തിനകത്തുള്ള പല സ്വകാര്യ സ്വയംഭരണ സ്ഥാപനങ്ങളിലും എന്താ നടക്കുന്നത്, അവിടെ ഒരു നിയമനങ്ങളൊക്കെ ഒരു നീതിപൂർവമാണ് എന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല. നിങ്ങൾക്കും അറിയാം, നീതിപൂർവമല്ല, വേണ്ടപ്പെട്ടവർക്ക് മാത്രം കയറിപ്പോകാനുള്ള അവസരമാണ് എന്നുള്ളത്. പിന്നെ MLA MP ഫണ്ട്, MLA MP ഫണ്ടിലും എന്തുണ്ട്, പട്ടികജാതി വർഗ വിവാദം ചെലവഴിക്കേണ്ട ഫണ്ടുണ്ട്. ഏതായാലും പത്രക്കാരോട് ഞങ്ങൾക്കുള്ളൊരു അഭ്യർത്ഥന, ഈ കേരളത്തിലെ MP-മാർ ആരെങ്കിലും പട്ടികജാതിക്കാർക്ക് വേണ്ടി വല്ല തുകയും ആ ഫണ്ടിൽ നിന്ന് നീക്കി വെക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ തുകകളൊക്കെ തന്നെ മറ്റു ചില കാര്യങ്ങൾക്കായിട്ട് പോവുക, റോഡിനും അതുപോലെ തന്നെ കെട്ടിടങ്ങൾക്ക് വിലയും പോവുക. ഞങ്ങളുടെ ഉന്നമനത്തിന്, പട്ടികജാതിക്കാരുടെ ഉന്നമനത്തിന് അനുവദിക്കപ്പെട്ട ലഭിക്കേണ്ട ഈ തുക വകമാറിപ്പോകുന്നൊരു സാഹചര്യം ഒന്ന് ഒഴിവാക്കിയെടുക്കണം. മറ്റൊന്ന് വരുമാന പരിധി. അപ്പോൾ കേന്ദ്ര സർവീസിലൊക്കെ തന്നെ എന്താണ്, പട്ടികജാതിക്കാർക്ക് ഒരു സംവരണം ലഭിക്കണമെന്ന് ഒരു സാമ്പത്തിക പരിധി വെച്ചിട്ടുണ്ട്. 2.5 ലക്ഷം രൂപയാണ്. 2.5 ലക്ഷം രൂപ വരുമാനമുള്ള പട്ടികജാതിക്കാരാണ് സംവരണത്തിന് പുറത്താവുന്നൊരു സാഹചര്യം ഉള്ളത്. നമുക്കറിയാം, എന്താണ്, ഇപ്പോൾ കേരളത്തിൽ തന്നെ ഈ മുന്നോക്ക വിഭാഗ കമ്മീഷൻ ഭവന നിർമ്മാണത്തിന് 2 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ടതാണ് മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർക്ക്. അതിൻ്റെ മാനദണ്ഡം എന്താണ്, വരുമാന പരിധി 4 ലക്ഷമാണ്. എന്നാൽ ഞങ്ങളുടെ കേസിൽ വരുമ്പോഴോ 1 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ളവർക്ക് മാത്രമേ ഇത് കിട്ടുന്നുള്ളൂ. വളരെ കടുത്ത അനീതിയാണ് ഈ രംഗത്തൊക്കെ വരുന്നത്. ഇതൊക്കെ മീഡിയാസിൻ്റെ ശ്രദ്ധയിൽ വരുന്നില്ല എന്നൊരു ആക്ഷേപം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് സപ്പോർട്ട് ചെയ്യാൻ രാഷ്ട്രീയ പാർട്ടികളൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾ നേരിടുന്ന പ്രയാസങ്ങൾ, ഈ കാര്യങ്ങളൊന്ന് പൊതുസമൂഹത്തിന് മുമ്പായി പറയാൻ ബഹുമാനരായ പത്രക്കാർ നിങ്ങൾ തയ്യാറാവണം, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ലൈഫ് മിഷൻ, അപ്പോൾ എന്താണ്, പട്ടികജാതി വകുപ്പിൽ നിന്ന് ഞങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ അനുവദിക്കുന്ന തുക കൂടി ലൈഫ് മിഷനിലേക്ക് പോയതോടുകൂടി അത് നമ്മളെ ആളുകൾക്ക് ഒന്നും കിട്ടാത്തൊരവസ്ഥയുണ്ട്. ഈ ലൈഫ് മിഷൻ വരുന്നതിന് മുമ്പിട്ട് വീട് പണി തുടങ്ങി അഡ്വാൻസ് കിട്ടിയ കുറേ ആൾക്കാരുണ്ട്. അവർക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, വീട് പൂർത്തിയാക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതൊക്കെ പ്രാദേശികമായി അന്വേഷണത്തിൽ മീഡിയാസിന് മനസ്സിലാവും. ഇതൊക്കെ നിങ്ങളൊന്ന് കൊണ്ടുവരണമെന്നാണ് വിനീതമായ ഞങ്ങളുടെ ഒരു അപേക്ഷ. പിന്നെ ഗസറ്റിൽ ഞങ്ങളുടെ പേര് മറ്റു കുറേ സംഘടനകളുടെ കൂടെയാണുള്ളത്. അതുകൊണ്ട് പരവൻ എന്നുള്ളത് ഒരു സെപ്പറേറ്റ് നമ്പറായിട്ട് മുമ്പ് കാലത്തുള്ളതുപോലെ ആക്കി മാറ്റണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പിന്നെ സവർണ പ്രകടനം എന്ന് ഞാൻ പറയുമ്പോൾ അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കേണ്ട മീഡിയാസ് നമുക്കറിയാം. ഇത് പറയുമ്പോൾ തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുകയാണ്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അംഗസംഖ്യ കൊണ്ട് 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഈ പരവൻ സമുദായത്തിന് ഈ പൊതുരംഗത്ത് അല്പം രാഷ്ട്രീയമാവാം എന്ന് എനിക്ക് തോന്നുന്നു. MLA-മാരോ MP-മാരോ നാളിതുവരെ ലഭിച്ചിട്ടില്ല. അതാണ് പലപ്പോഴും അവഗണിക്കപ്പെടുക ചെയ്യുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഞങ്ങളെ സംഘടനയിൽപ്പെട്ട ആൾക്കാരാക്കണം എന്നല്ല പറയുന്നത്, പരവൻ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് അർഹമായ സ്ഥാനം ലഭിക്കണം. ഞങ്ങളിങ്ങനെ വെള്ളം കോരിയും വിറക് വിട്ട് ജീവിച്ചാൽ പോരല്ലോ. ഞങ്ങളുടെ കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റുന്ന MLA-മാരോ MP-മാരോ ഉണ്ടാവണം. രാഷ്ട്രീയ പ്രതിനിധികളാവുമ്പോൾ അവർക്ക് രാഷ്ട്രീയ പാർട്ടി നിശ്ചയിക്കുന്ന കാര്യങ്ങളെ നിയമസഭയിലോ ലോകസഭയിലോ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. ഒരു സബ്മിഷൻ പോലും പ്രഖ്യാപിക്കണം എന്ത് ചെയ്യണം, വെക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതര സമുദായക്കാരെ കാല് പിടിക്കേണ്ട ഒരവസ്ഥയുള്ളത്. ഇത് പറയുമ്പോൾ ഒന്നുകൂടി ഞാൻ അടിവരയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നു. കേരളത്തിലെ 16ഓളം മണ്ഡലങ്ങളിൽ നിർണായക ശക്തിയാണ് ഞങ്ങൾ പരവന്മാർ. അതാണ് തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, ഇടുക്കി
കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിൽ പോലും ഞങ്ങൾ നിർണായക ശക്തിയാണ്. കടുത്ത് ഞാൻ പറയുന്നില്ല, ഈ 16 മണ്ഡലങ്ങളിൽ ആര് ജയിക്കണം ആര് തോൽക്കണമെന്ന് വേണ്ടി വന്നാൽ തീരുമാനിക്കാനും ഞങ്ങൾ കൊണ്ട് കഴിയുന്നതാണ്. ഈ ഒരു വരുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം എന്ന് പറയുമ്പോൾ ഞങ്ങളെ സംഘടനാ നേതാക്കന്മാർക്കല്ല ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ഞങ്ങളെ സമുദായത്തിൽപ്പെട്ട പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അർഹമായ പ്രാതിനിധ്യം ലഭിക്കുന്നില്ലെങ്കിൽ വേണ്ടി വന്നാൽ ചില മണ്ഡലങ്ങളിൽ ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ എന്താ എന്നും കൂടി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്.